ഇത് വള്ളിക്കാട് വിജയൻ. മുമ്പ് നേവിയിലായിരുന്നു. അവിടെ എന്തായിരുന്നു ജോലിയെന്നോ എന്തിനവിടെ നിന്ന് പോന്നോ എന്നോ ആർക്കും അറിയില്ല. ഇപ്പോൾ CNP പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും നിർലോഭം ഇടപെടും. പിന്നെ വഴിയെ പോകുന്ന വള്ളിക്കെട്ടെല്ലാം ഓടിപ്പിടിച്ച് തലയിൽ കയറ്റിവെക്കും. മറ്റുള്ളവരെ വലിച്ച് ചാടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വള്ളിക്കെട്ട് വിജയൻ എന്ന അപരനാമത്തിൽ ഇദ്ദേഹം എല്ലാവർക്കുമിടയിൽ അറിയപ്പെടുന്നു. കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം. ഭാര്യ പിണങ്ങി സ്വന്തം വീട്ടിലാണ്. എന്തുണ്ട് ബിന്ദു വിശേഷങ്ങള്? വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന? എന്തു പറയാനാ കൊച്ചേട്ടാ, ഒരു മനസമാധാനം ഇല്ല. ഞാൻ അയാളുടെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു. പോലീസുകാർ അങ്ങനെ കൊണ്ടുവന്ന് വരട്ടി. പറഞ്ഞിട്ട് എന്താ കാര്യം? പാതിരാത്രിയിലെ മദ്യപിച്ച് വന്ന് എന്നെയും പിള്ളേരും പൊതിരെ തല്ലും. കാശും തരില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണെന്ന് അർത്ഥം. അതെ കൊച്ചേട്ടാ, കൊച്ചേട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് വിടണം. അയ്യോ, എന്തുവാ ബിന്ദു ഈ പറയുന്നേ? അതും ഈ വഴിയിൽ വെച്ച്. ബിന്ദു ഒരു കാര്യം ചെയ്യ്, വൈകിട്ട് വീട്ടിലേക്ക് ഒന്ന് വാ. വീട്ടിലവളില്ലല്ലോ. ചേറ്റത്തരം പറഞ്ഞിട്ട് ചെവിക്കല് കൊളക്കും. എവിടെങ്കിലും ഒരു ജോലി കൊണ്ടുവിടാൻ പറഞ്ഞപ്പോ പട്ടിണി കിടക്കേണ്ടി വന്നാലും ബിന്ദുവിനെ പണിക്ക് കിട്ടത്തില്ല. ചുമ്മാതല്ല നിന്റെ പെണ്ണുപിള്ള നിന്നെ ഇട്ടേച്ച് പോയത്. വിട്ടോ, നമുക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് കാണാം. ബാക്കി ആരും കണ്ടില്ല. എടാ, ഈ പീഡനത്തിലെ പ്രതിക്ക് നിന്റെ മുഖാണല്ലോടാ. അയ്യോ, എന്തുവാടാ ആർക്കും പണിക്കൊന്നും പോണ്ടായോ? അഡ്വാൻസ് വാങ്ങിച്ചിട്ട് 3-4 ദിവസമായി. ഫോൺ വിളിച്ച ഒറ്റ ഒരുത്തിന് എടുക്കത്തില്ല. അയാളാണ് വിളിയോട് വിളി. എന്തുവാ ഇപ്പൊ ചെയ്യുന്നേ? ഓ, അവന്റെ എക്സസൈസ് കണ്ടോ? കുറ്റം പറയല്ലോ, കോപ്രായം കാണിക്കാൻ മിടുക്കനാ. ആരിത്? ശിവക്കുട്ടിയോ? അച്ഛനമ്മ എന്നാ ദുബായിന്ന് വരുന്നേ? അടുത്ത മാസം വരില്ലോ. അപ്പോൾ എന്നെ ശരത്മാമനെയും കൊണ്ടുപോയല്ലോ. ആഹാ, അച്ഛനോട് പറഞ്ഞു മാത്തം മാമനെ കൂടി കൊണ്ടുപോണേ. അച്ഛൻ പറഞ്ഞല്ലോ അവിടെ കള്ളപ്പണി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കില്ലെന്ന്. പിള്ളേർക്ക് വരെ കാര്യം മനസ്സിലായി. മതി മതി. എടാ ഉണ്ണി, കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിട്. നിങ്ങൾ ആ ചെറുക്കനെ നോക്കി പഠിക്ക്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കനാണേ ശനി ഞായറും പണിക്ക് വരികയും ചെയ്യും. കിട്ടുന്ന കാശ് കൊണ്ട് വീട്ടിൽ കൊടുക്കുകയും ചെയ്യും. കണ്ടോ? ആ ഉണ്ണി, ഇടിക്കരുത് ഇടിക്കരുത്. അയ്യേ, ഇവൻ അല്പം ബ്രേക്ക് കുറവാണേ. പിന്നെ എന്റെ കയ്യിലായതുകൊണ്ട് ഒതുങ്ങി അങ്ങ് നിൽക്കുന്നു. പുതിയത് മേടിക്കാൻ പ്രയാസം ഉണ്ടായിട്ടല്ല, പക്ഷെ ആ പഴമയുടെ സുഖം ഉണ്ടല്ലോ, അതിനു വേണ്ടി ഞാനിങ്ങനെ. അല്ല, എന്താ രാവിലെ പിള്ളേര് സെറ്റിന്റെ പുതിയ പരിപാടി? വിജയൻ കൊച്ചാട്ടൻ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഞങ്ങൾ ചെയ്യാൻ പോവാണെന്ന്. എന്തുവാടാ? പണിക്ക് പോവാന്ന്. നീയൊക്കെ നമുക്കിട്ട് തന്നെ വെച്ചോണം. യോ, ഇത് നമ്മുടെ ബാലൻ കൊച്ചേട്ടന് മോൻ കുക്കു അല്ലേ? ഇവൻ ഇതെന്ത് പറ്റി? ഇവൻ കുറെ നാൾ നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ. അയ്യോ, അപ്പം വിജയൻ കൊച്ചേട്ടൻ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ കുക്കു അല്ല, സ്വാമി കുക്കുടാനന്ദ. കഴിഞ്ഞ ഗ്രാമണയ്ക്ക് മീൻ പിടിക്കാൻ പോയതാന്ന്. മീൻ പിടിക്കാൻ പോയ ആരെങ്കിലും സാമിയാവോടാവേ? അതേന്ന്, മീൻ പിടിക്കാൻ പോയതിനു ശേഷം ഇങ്ങനൊരു മാറ്റം. ഇടിവെട്ടിയാണെന്ന് പറയുന്നുണ്ട്, തലേ തേങ്ങ വീണതാണെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ചില സിദ്ധിയൊക്കെ കിട്ടിയെന്ന് പറയുന്നു. അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു വരവ്. തോന്നിയിരിക്കും ചില പ്രവചനങ്ങളൊക്കെ നടത്തും. ചിലപ്പോ അച്ചുട്ടാ. എന്നിട്ടെന്താ ഇവിടെ ഇരിക്കുന്നത്? മാല ഉരുട്ടിക്കൊണ്ടിരുന്നാലേ വായിലോട്ട് വല്ലതും പോവോ? അതില്ല. അതുകൊണ്ടെന്തുവാ, ഞങ്ങളിവിടെ പണിക്ക് വരുന്നുണ്ട്. കുറ്റം പറയല്ലോ, യുവന്മാരെ കാട്ടി നല്ല പോലെ പണിയെടുക്കും. എന്തെങ്കിലും കൊടുത്താലും മതി. പാവം, നല്ലൊരു പയ്യനായിരുന്നു. അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ പഞ്ചായത്ത് ഓഫീസിൽ കേട്ടോ. ശരി, ഓക്കെ. മാതാ, ഒന്ന് തന്നെ ഒരു കാര്യം പറയട്ടെ. എന്തുവാ കൊച്ചേട്ടാ? മാത്തോ, ഇങ്ങനെ വാക്കോട്ടൊരു വഴിക്ക് പോയേക്കരുത്. പണ്ട് നമ്മളെ വിളിച്ചോണ്ട് ആഞ്ഞിലിത്തടി വിട്ടാണെന്ന് പറഞ്ഞ കുടപ്പനയ്ക്ക് പോയി, ഓർക്കുന്നുണ്ടോ? എന്റെ പൊന്നോ, ഉണ്ടോന്നോ? അന്ന് കിട്ടിയ അടിയുടെ പാട് ഇപ്പോഴും അതിന്റെ ചൂട് മാറിയിട്ടില്ല. മാതാ, വൈകിട്ട് ഒരു ചരക്കിനെ പോകാൻ നീ വരുന്നു? എവിടാ? ഓ, നീ കിളിച്ചതും മുളച്ചതൊക്കെ അറിഞ്ഞാലേ വരത്തുള്ളോ? വരുന്നോ ഇല്ലയോ? ഒരുത്തനും എങ്ങും പോകുന്നില്ല. പൈസ എണ്ണി തരാമെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കാൻ എനിക്കറിയാം. ഇന്ന് രാത്രിയിലും പണിയുണ്ട്.
എന്റെ പൊന്നു വിജയൻ കൊച്ചേട്ടാ, നിങ്ങളോ പണിക്ക് പോകത്തില്ല. പണിക്ക് പോകുന്ന പിള്ളേരെ കൂടെ വള്ളിക്കെട്ട് പിടിപ്പിക്കാതെ ഒന്ന് പോയി തരാവോ? എന്നാ പിന്നെ വിജയൻ കൊച്ചോട്ടെ പൊക്കോ, രാവിലെ തെറിയാക്കണ്ട. ദേ, പിന്നെ വിളിച്ചില്ലെന്ന് പറയരുത്. ആ നിനക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ലടാ. ഇവിടെ വേറെ സെറ്റണ്ടാന്ന് ഞാൻ നോക്കട്ടെ. ചേട്ടാ പോകുന്ന വഴി നോക്കണം കേട്ടോ, ആക്രിക്കടയൊക്കെ ഉണ്ട്. പോടാ പോടാ പോടാ. നല്ലൊരു ചാൻസ് ആയിരുന്നു. ചാൻസ് ഒക്കെ ഇനിയും വരും. സമയം കളയാതെ പണിക്ക് പോകാനുള്ള പരിപാടി വേണം. അയ്യോടാ മാത്താ, ഞാൻ കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള പൈസയും ബില്ലും വീട്ടിൽ വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ഇറങ്ങിക്കടാ. ഓ ആ ഞങ്ങൾ പോവാ. ബ്രേക്കില്ല, വണ്ടിക്ക് ബ്രേക്കില്ല. അങ്ങനെ അങ്ങ് പോയാലോ വിജയൻ കൊച്ചേട്ടാ? മുമ്പേ പറഞ്ഞ കാര്യം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേക്ക്. എന്ത് കാര്യം? ഓ, ഒന്നും അറിയാത്ത പോലെ മുമ്പേ പറഞ്ഞ ചരക്കിനെ പോക്കാൻ പോകുന്നത്. നിനക്കായിരുന്നില്ലേ സൂക്കേട്? എന്റെ കൂടെ വന്ന അടി കിട്ടും പിടി. ആ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ഓ, എന്റെ പൊന്നു വിജയൻ കൊച്ചേട്ടാ, ഇങ്ങനെയുള്ള കേസ് വിട്ടൊക്കെ എന്നോട് മാത്രം പറയണ്ടേ? നമ്മൾ പോകത്തില്ലയോ? ഇത് ഉമ്മ അമ്മാരെല്ലാം അറിഞ്ഞില്ലേ? നിങ്ങൾ എല്ലാവരും ഒറ്റ കമ്പനിക്കാരിലടാ പോയി. അതുകൊണ്ടല്ലേ ഞാൻ അവിടെ അവതരിപ്പിച്ചേ. ഓ, ഇങ്ങനത്തെ കേസൊക്കെ ആള് കുറവാന്നല്ലേ? ആട്ടെ, എവിടാ സ്ഥലം? കുറച്ച് പോണം. കാരക്കാട് കോളനി. അയ്യോ, അതൊരു കുഴപ്പം പിടിച്ച സ്ഥലമില്ല. ആ പേടിയാണെങ്കിൽ വരണ്ട, ഞാൻ വേറെ ആളെ വിളിച്ചോളാം. ഓ, അപ്പോഴത്തേനും വേറെ ആളെ വിളിച്ചു. നമുക്ക് പാവന്ന് അണ്ണം പറഞ്ഞു നമ്മള് പോകത്തില്ല. ആട്ടെ, അമ്മാരുടെ കാര്യം എങ്ങനെ? അതിപ്പോ അവന്മാരെ അറിഞ്ഞു പോയില്ലേ? അതുമല്ല, മാത്രനൊക്കെ അറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കും. ആട്ടെ, എന്തായാലും കൊണ്ടുപോകും തന്നെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് സെറ്റ് ചെയ്യാം. ആ സെറ്റി. ഞങ്ങളെന്നാ പിന്നെ പോകാനൊക്കെ ഉണ്ടങ്ങ് തീരുമാനിച്ചു. എവിടേക്ക്? ഓ, ഒന്നും അറിയാത്ത പോലെ വിജയൻ കൊച്ചേട്ടൻ മുമ്പേ പറഞ്ഞ കാര്യം. അത് കലക്കി കൊച്ചേട്ടാ. വിജയ ചേട്ടാ, കുഴപ്പം വല്ലതും? ഓ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാ നീ ഇങ്ങനെ കരുനാക്കും വളയ്ക്കാതെ. വിജയൻ കൊച്ചേട്ടാ, ഐറ്റം എങ്ങനെയുണ്ട്? ഐറ്റം നല്ല കിളുന്ന. വാ. പിന്നെ കുറച്ച് കാശ് കൊടുക്കേണ്ടവരും. ഓയ് കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. അതെ, നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പുറത്തിറക്കെങ്കിലും കൊടുക്കാല്ല. അയ്യോ ചേട്ടാ, അത് വലിയ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? കാശ് കൊടുത്താ നമ്മുടെ നിങ്ങൾ പേടിക്കണ, ഞാൻ നോക്കിക്കോളാം. അതെ, നിങ്ങളൊക്കെ കൂടി എന്റെ കൂടെ നിന്ന് തന്നാ മതി. അത് പിന്നെ പറയണോ? ഞങ്ങള് കൂടെ ഉണ്ട്. ആ, അത് മതി. ആ പിന്നെ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ടേ കാര്യം നടക്കുള്ളൂ. രാത്രി ഒരു 8 മണിയാവുമ്പോ നമുക്ക് പോവാം. 6 മണിയാവുമ്പോ ഞാൻ വണ്ടിയായിട്ട് വരാം. ഇപ്പൊ ഞാനൊന്ന് റാന്നി വരെ പോവാ. പാർട്ടിയുടെ ഒരു മണ്ഡലം കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. ചേട്ടാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ടടാ, ജംഗ്ഷനിൽ നമ്മുടെ കാറ് കിടപ്പില്ലേ. ആ പിന്നെ കള്ളും ശാപ്പാടും അത് നിങ്ങളുടെ ഇലവാ. കുപ്പി അങ്ങോട്ടെത്തോളാം. പക്ഷേ കാശിങ് തരണം. അതൊക്കെ ഏറ്റു വെച്ചേട്ടാ. അപ്പൊ വൈകിട്ട് 6 മണി. ആ ഓക്കെ. ഓക്കെ കൊച്ചേട്ടാ. എന്ത് നല്ല മനുഷ്യൻ. അയാൾക്ക് വേറെ ആൾക്കാരെ വിളിക്കായിരുന്നു. പക്ഷെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല അയാൾ നമ്മളെ വിളിച്ചത്. ശരത്തണ്ണ, അയാളെ വിശ്വസിക്കോ? ഉണ്ടാവേ കാര്യം അയാൾ വള്ളിക്കെട്ട് തന്നെ. പക്ഷെ ഇന്നാളി ആ പുളിക്കിലെ ജോജിയൻ ടീമിനെയൊക്കെ കൊണ്ടുപോയി അവന്മാര് പറയുന്ന കേൾക്കണം. സെറ്റപ്പായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്. ഓ പിന്നെ എനിക്കതല്ലായിരുന്നു പണി. ആ, ഇപ്പൊ നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ബേവിച്ചാൻ അവിടെ പോയി പണി തുടങ്ങേ. ഒരു 5 മണിയാകുമ്പോ അവിടെ ചാടാം. പിന്നെ 200 രൂപ വെച്ച് വൈകിട്ടെല്ലാം പിരിവിടണേ. സമയം എന്തോ? ഇവരൊക്കെ എവിടെ പോയി കിടക്കുന്നടാ? ഷേ, ശരതണ്ണോ, എന്തുവാടാ മാത്ത ഇത്? എല്ലാവർക്കും ശമ്പളം തന്നതല്ലേ? വീതം എടുക്കേ 200 രൂപ വെച്ച്. ഇന്നാ എന്റെ സ്വാമിയുടെ വീതം, ലോറന്റെ വീതം, ഇനി മാത്തന്റെ വീതം. ഇതാ എന്റെ വീതം. കാശ് തരാന്ന് പറയാൻ മുണ്ടൂരി കാണിക്കുന്നോടാ. കൊള്ളാലോ പരിപാടി. 200 രൂപയ്ക്കുള്ളുണ്ട്. കയ്യിലുള്ള കാശ് അമ്മച്ചി വാങ്ങിച്ചു. ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത്? ആരാ ഇനി എന്റെ പുറകെ വരുന്നേ? വന്നാലും അമ്മച്ചേ വരുള്ളൂ. അടുക്കളയിലെ ചിമ്മിനിന്ന് അടിച്ചു മാറ്റിയതാ. മതിയല്ലോ, ആ തെറി ഇനി ഞാൻ കേൾക്കണം. എന്റെ വീതം ഇന്ന. അയ്യടാ, വീതവോ? സാർ അങ്ങോട്ടാ? ഞാനൂടെ അയ്യടാ, മുട്ടയെന്ന് വരുന്ന അതിന് മുമ്പാ തന്നതല്ലേ. ഇരിക്കട്ടെന്നേ മോനെ ഉണ്ണി. ഇതെന്തിനാണെന്ന് അറിയോ? ഇല്ല. നാളെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് നിന്നോട് കഥ പറയാം. അതിനുള്ള കൂലിയായത്. 3-4 പ്രാവശ്യം പോയിട്ട് വന്നിട്ട് കഥ കേട്ട് നിനക്ക് പക്വത വരുമെന്ന് തോന്നുമ്പോ നിന്നെ കൂടെ കൊണ്ടുപോകാൻ കേട്ടോ. ഇവനൂടെ വരട്ടെന്ന്. ആന്നോ? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിന്നു, ഇവനെ ഞങ്ങൾ കൊണ്ടുപോക്കോളാം. അയ്യോ, ഞാൻ വരും.
ഇനി ഈ സ്വാമി ഇതിനൊക്കെ വരുമോ? ആ രതിക്രീഡയല്ലേ, സ്വാമി വരും. ഞാൻ നമ്മൾ പോണ കാര്യം നടക്കുമെന്ന് സ്വാമിയോടൊന്ന് ചോദിക്കട്ടെ. ജ്ഞാനദൃഷ്ടികളെല്ലാം തെളിഞ്ഞാലോ? സ്വാമി, നമ്മൾ പോണ കാര്യം എങ്ങനാ നടക്കോ? പോകണോ? എല്ലാവരും ബന്ധിക്കപ്പെടുന്നതായി കാണുന്നു. ഹാവൂ, സ്വാമി പറഞ്ഞു പോണവരെല്ലാരും ബന്ധപ്പെടുമെന്ന്. ആണോ? അപ്പൊ കാര്യം നടക്കും ഉറപ്പാ. സമയം 6:30. ഏയ് അയാൾ ഈ കാര്യത്തിൽ പറ്റിക്കത്തില്ല. ദേ വരുന്നടാ വിജയൻ കൊച്ചേട്ടൻ. നോക്ക്. വരുന്നല്ലോ. കൊച്ചേട്ടാ, ഇതെന്തോ വിജയൻ കൊച്ചേട്ടാ പിക്കപ്പ് ഒക്കെ ആയിട്ട്? ഇതാവുമ്പോ ആർക്കും സംശയം തോന്നൂല്ലോ. അവിടെ ലോഡ് കയറ്റാനൊക്കെ പോകുന്നതല്ലേ. എളുപ്പം വണ്ടി കയറും. വാ മാത്ത, എല്ലാരും പോയി കേറാം. വാങ്ങ്. ഓടിപ്പോയി കേറും മാത്ത. ഇയാൾ എന്ത് പോട്ടെ ഉണ്ണിക്കുട്ടാ. സ്വാമി ഇതപ്പ കേറി. പിന്നെ നാളെ പണി കാണാനുള്ള സാധ്യത കുറവാ. കാരണം ഞങ്ങൾ ക്ഷീണിതരായിരിക്കുമല്ലോ. പോട്ടെ. ഓട്ടോ വിജയൻ കൊച്ചേട്ടാ, കൊച്ചേട്ടൻ ഈ കാര്യത്തിൽ പേടിയൊന്നുമില്ല. നല്ല ചോദ്യം. എടാ, INS വിക്രാന്ത് എന്ന പടുകൂറ്റൻ പടക്കപ്പലിനെ ചിക്കാഗോ തുറമുഖത്ത് ഒറ്റക്കടുപ്പിച്ചവനാ ഈ വിജയൻ. എനിക്ക് പേടിയാ. പോടാ പോടാ പോടാ. കൊച്ചേട്ടൻ നല്ല തള്ള തള്ളുന്ന്. ലോറ, നിങ്ങൾ പിടിച്ചിരുന്ന കേട്ടോ. ഈ തള്ളലിന് ചിലപ്പം വേഗം വണ്ടി കാരക്കാട്ട് കോളനിയിൽ എത്തിയേക്കും. അയ്യോ, ആ സ്ഥലത്തി എല്ലാവരും സ്ഥലമെത്തിയോ? ഇറങ്ങിക്കോ. പിന്നെ ഒച്ചയും ബഹളവും ഇല്ലാതെ വേണം ഇറങ്ങാൻ. സ്ഥലത്ത് ഇറങ്ങ സ്വാമി. ഇങ്ങോട്ടെന്ന് ഇറങ്ങ സ്വാമി. സ്വാമി ആ ഇറങ്ങ. ഇറങ്ങിയോ? മധുരം ചാടണം. ചാടിക്കും, ചാടാം. അയ്യോ, കൊടും കാടാണല്ലോ. ചേട്ടാ സൂക്ഷിക്കുന്നോട്ടോ. നിക്ക്, നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം കേട്ടാ. ആ പിന്നെ ബഹളമില്ലാതെ നിന്നോളാം. ആരെങ്കിലും വരുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചോളാം. കൊച്ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ആ അനുരാഗവിലോചനായി കൊച്ചേട്ടൻ പോയിട്ട് വരാം. ഓ, ഇതാണോ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാന്ന് പറഞ്ഞത്? എന്തൊരു ശാന്തത, നല്ല നിലാവ്, നല്ല തണുപ്പ്. ഇനി എന്തോ വേണം? നമ്മള് പൊളിക്കും. ശാന്തമീ രാത്രിയിൽ വാത്തികോശാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. ഇപ്പൊ കൊണ്ടുവരും. വിജയൻ ചേട്ടൻ ഒന്നിങ്ങോട്ട് വന്നോട്ട്. സംഭവം ആദ്യട്ടാണേ, അതൊന്നൊരു ഇത്. ഇങ്ങനെയൊക്കെയല്ല മാത്താ പഠിക്കുന്നേ. ഇയാളെ കാണുന്നുമില്ലല്ലോ. ഇതാ നോക്കി. വന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ലേ? ഓക്കെ, കൊണ്ടുവാ. ചേട്ടാ വേഗം കൊണ്ടുപോയി. നീ വിട്ടോ, അല്ലേ ഞാൻ നോക്കിക്കോളാം. ഇതെന്തുകൂടാ? സൂക്ഷിച്ചു പോട്ടാ. ഓക്കെ. അയ്യേ, ഇതെന്താ പശു? ആ പശു. ഇതാണോ ചരക്ക്? ആ ഇതാണ് നമ്മുടെ ചരക്ക്. ഇവിടെ നിന്ന് പോയ പയ്യനില്ലേ, അവനെ ഞാൻ സ്കൂളിൽ വെച്ച് പരിചയപ്പെട്ടതാ. അവനാ പറഞ്ഞത് രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരോരും അറിയാതെ ചുടുവിലക്ക് ചരക്കിന് തരാം. അവനെന്തോ മൊബൈൽ വാങ്ങിക്കാനോ. ഓക്കെ, നല്ല കിളിന്ന് സാധനമല്ലടാവേ. നമ്മുടെ ആവശ്യം കഴിഞ്ഞേ ബാക്കി പുറത്തു കൊടുക്ക. പോണ വഴിക്ക് കാട്ടിൽ വെച്ച് ഫ്രൈ ചെയ്യുകയും ചെയ്യാം. എങ്ങനെ? ഇതൊരുമാതിരി കോപ്പിലെ പണിയായിപ്പോയി. മഞ്ഞും കൊണ്ടിരുന്ന ഈ മോരിക്കിടാവിനെ കാണിക്കാനായിരുന്നു. എടാവേ, പിന്നെ നീയൊക്കെ എന്നടാ വിചാരിച്ചത്? അപ്പൊ ചരക്ക് ഇത് വല്ലാത്ത വള്ളിക്കെട്ടായി പോയി. അയ്യടാ, ചരക്കെന്ന് പറഞ്ഞപ്പോ പെണ്ണാണെന്നും പറഞ്ഞ് ഓടി പുറപ്പെട്ടേക്കണ്. നിന്നെയൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഞാൻ അപ്പഴേ പറഞ്ഞ ഇങ്ങനെ നമ്മളെ പറ്റിക്കും. ഇങ്ങേരുടെ ഒരു ഏയ്, എന്തേ കാണിക്കണെ? അയ്യോ, അയ്യോ, എന്റെ പശു, എന്റെ പശു. അവിടെ നിൽക്കാൻ നോക്കി കണ്ട് ഓടി പാടാ. അവിടെ നിൽക്കടാ.
ഈ പയ്യ അവിടെ നീ എന്തിനാ കിതക്കുന്നേ? ഈ പാതിരാത്രി നീ എവിടെ പോയി? കള്ളന്മാരാച്ചാ, ഞാൻ മൂത്രമൊഴിക്ക് എണീറ്റപ്പോ നമ്മുടെ എത്തിലേന്ന് പശുവിനെ അയച്ചോണ്ട് പോകുന്നത് കണ്ടു. ഞാൻ പുറകെ ഓടി. വണ്ടി കയറ്റാൻ നേരം പശു ഓടിപ്പോയച്ചാ. അവിടെ നിൽക്കാൻ നമസ്കാരം. ഞാൻ വള്ളിക്കാട് വിജയൻ, CMPയുടെ മണ്ഡലം പ്രസിഡന്റ് ആണ്. പാതിരാത്രിക്ക് കക്കാൻ വന്നിട്ട് വാചകം അടിക്കുമോടാ? കക്കാനോ? അതും ഈ വള്ളിക്കാട് വിജയനോ? തന്റെ മോനോട് ചോദിക്ക്. ക്യാഷ് തൊള പോലെ എണ്ണിക്കൊടുത്തിട്ടാണ് വിജയൻ ഈ പണിക്കിറങ്ങിയത്. അല്ലെങ്കിൽ ചോദിക്കാവരോട്. ചെറുക്ക, നീയല്ലടാ ആരോരും അറിയാതെ പാതിരാക്കി കിടുവാ കിടാവിനെ തരാ തോർന്നിട്ട്. ഇപ്പൊ നീ ഇവിടെ വന്നപ്പോ കൈ ഒഴിയുന്നോടാ. എന്റെ ചെറുക്കനെ കളനാക്കുന്നടാ. ജോണി പിടിക്കാതെ അതെ അതെ, ഇന്നലെ രാത്രി പിടിച്ചു കിട്ടിയതാ. ഓ, ഇവനൊന്നും നാണമില്ല. പണിക്കും പോക്കൂടെ? കക്കാൻ ഇറങ്ങി. എന്തോരാൾക്കാരാണല്ലേ നമ്മളെ കാണാൻ വന്നേക്കണം. പശുവിനെ കക്കാൻ ഇറങ്ങിയിട്ട് ആ മഞ്ഞ ഷർട്ടിട്ടതിനെ കണ്ടില്ലേ? കള്ള ലക്ഷണം. എന്റെ മോനാ ഈ കള്ളന്മാരെയൊക്കെ പിടിച്ചത്. ഇവനൊക്കെ എപ്പോഴാ വെച്ചോടാ വന്നേ? ഇവനൊക്കെ മുക്കാരി പണി ജീവിക്കാനുള്ള വിടുവാവോ? സംഭവം ആരാ ആദ്യം കണ്ടത്? ആഹാ, കൊച്ചാന്റെ മോനാ. എനിക്കത് അടി കിട്ടിയപ്പോഴേ പോയെണ്ണ. എടാ കാലമാടന്മാരെ, കഴിഞ്ഞ ആഴ്ച നീയൊക്കെ എന്റെ 10 ലിറ്റർ പാല് കറക്കുന്ന പശുവിനെ മോഷിച്ചോണ്ട് പോയി. ഇതൊക്കെ നിന്റെ ഒരു സ്ഥിരം പരിപാടിയാ. നിനക്കൊക്കെ ഒരു കാലത്ത് കുടം പിടിക്കത്തില്ലടാ. മുടിഞ്ഞു പോട്ടെ. അയ്യോ, തങ്കമ്മേച്ചിയുടെ പശുവിന് മാത്രല്ല, ജോൺ സാറിന്റെ പുകപ്പരന്ന് പോയ റബ്ബർ ഷീറ്റും ഈ ജോർജന്റെ വീട്ടിലെ സ്വർണങ്ങളും നമ്മുടെ അയൽക്കോട്ടം പെണ്ണുങ്ങൾക്ക് ലോണും കിട്ടിയ 19,000 രൂപ അതും മോഷ്ടിച്ചോണ്ടുപോയി. ഒക്കെ ഉമാര് തന്നെയാണ്. ഇതെല്ലാം സമ്മതിക്കും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയോ? സമ്മതിച്ചേക്കണ്ണാ. അയാളെ കണ്ടോ? എനിക്ക് അയാളെ നല്ല സംശയമുണ്ട്. നാട്ടിലെ മുഴുവൻ കള്ളത്തരത്തിന് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞ ആളാ. അയാളുടെ മുഖത്തൊരു കള്ള ലക്ഷണല്ലേ? കള്ളം കപ്പലിൽ തന്നെ. നമ്മുടെ സമയദോഷം അല്ലാതെ എന്താ? ഈ വെള്ള ഇട്ടവനെ ഇതിന്റെ നേതാവ് അറിയാമോ? ആയിരിക്കത്തില്ല, ആ മഞ്ഞ ഷർട്ടിട്ടവനായിരിക്കും. ഇവന്മാരെല്ലാം കള്ളന്മാരാ. ഈ രാഷ്ട്രീയക്കാർ മുഴുവനും കള്ളന്മാരാ. തേണ്ടി ഒന്നും അറിയാത്തവന് നിൽക്കുന്ന എങ്ങനെ അറിയാനെണ്ണ? ആദ്യത്തെ അടിക്ക് തന്നെ അയാളുടെ ബോധം പോയില്ലേ? അയ്യോ, ഞാൻ എടുക്കാടാ ഫോണ്. ചേട്ടാ, പോയ കാര്യം എന്തായി? ഇങ്ങോട്ട് വാടാ, നിന്റെ ഒരു കുറവും കൂടെ ഉണ്ട്. നീയൊക്കെ എന്തുവാണ് ഞങ്ങളെ കുറിച്ച് വിചാരിച്ചേ? വെറും ഉണ്ണാക്കന്മാരായിരുന്നോ? കുറെ ദിവസമായി ഉറക്കം കളഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ എന്താ ഈ പോലീസിനെ വിളിക്കാതെ? ഇന്നലെ രാത്രി പോലീസുകാരെ വിളിച്ച് നമുക്ക് കൈകാര്യം വെക്കുവോ? അതുകൊണ്ട് ഇപ്പഴാ വിളിച്ചത്. പോലീസ് ഇപ്പൊ വരും. ചാനലുകാരും പത്രക്കാരെയും വിളിച്ചിട്ടുണ്ട്. കൊന്നു കളഞ്ഞ പട്ടികളെ. വേഗം വന്നാൽ ജീവനോടെ കാണാം. സ്വാമി ഒന്നും പറയും സ്വാമി. അയ്യോ ഇല്ല, വീട്ടിൽ പോകാനും താല്പര്യമില്ല. പറഞ്ഞത് കേട്ടോ? ഇങ്ങനെ തിരക്കൂടാന്ന് കണ്ടൊരു മാറി കൊടു. കാണാത്തൊരു കാണണ്ട. അഴിച്ചുവിടാൻ പറയണ. നീ പറഞ്ഞൊക്കെ കൂടെ പറയണ. നമ്മളെ കാണാൻ വന്നായിരിക്കും. ഒന്ന് പോണ്ട, ഒന്ന് പറയാ പറടാ ഉണ്ണിയേ. കാലത്തിരിക്കൊരു മീറ്റിംഗ് ഉള്ളതാ. വേണമെങ്കിൽ നീയും പോരടാ. ചിലർക്ക് ചില ദിവസങ്ങൾ അങ്ങനെയാണ്. ധനനഷ്ടം, ശരീരക്ഷതം, മാനഹാനി, കാര്യതടസ്സം. എന്നാൽ മറ്റു ചിലർക്ക് ധനനഷ്ടം മാത്രം, അതും 200 രൂപ.